എല്ലാവർക്കും നമസ്കാരം. പുതിയ ട്രാവൽ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ദുബായിൽ നിന്നും ടോക്കിയോയിലേക്ക് ഞങ്ങൾ നടത്തിയ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന ഈ മനോഹര ദേശത്തേക്കുള്ള യാത്ര ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഒക്കെ പ്രദേശങ്ങൾ കടന്നാണ്. ദൈവകൃപയാൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ ഞങ്ങൾ ടോക്കിയോയിലെ അനീത എയർപോർട്ടിൽ രാത്രി ഏകദേശം 10:30 ലാൻഡ് ചെയ്തു. അവിടെ ഞങ്ങളെ കാത്ത് ഞങ്ങളുടെ ടൂർ ഗൈഡ് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ കംഫർട്ടബിളായി അവരുടെ കൂടെ ഞങ്ങൾ ഹോട്ടലിലേക്ക് യാത്ര തിരിച്ചു. ഇവിടുത്തെ റൂമുകളൊക്കെ ട്രഡീഷണൽ ജാപ്പനീസ് സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കുഞ്ഞു സ്പേസ് ആണെങ്കിൽ തന്നെ അതിനെ 3 സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എൻട്രൻസിൽ തന്നെ നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കാനുള്ള ചപ്പലും അതിൻ്റെ കൂടെ ഒരു വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ഒരു നോട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഏരിയ ഒരു വുഡൻ സ്ലൈഡിംഗ് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഉള്ളിൽ ഒരു വുഡൻ ഫ്രെയിമിലാണ് ബെഡ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു TV യൂണിറ്റും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നല്ല നീറ്റ് നൈറ്റ് ഡ്രസ്സും അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാത്രി ഏകദേശം 12:30 ആയിട്ടുണ്ട്. എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാവാം ആർക്കും ഉറക്കമൊന്നും വന്നില്ല. അങ്ങനെ ടോക്കിയോയിൽ ഞങ്ങളുടെ ആദ്യത്തെ ദിവസം ആരംഭിക്കുകയാണ്. രാവിലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ചെന്നു. കൂടുതലും അവിടെ ജാപ്പനീസ് ഫുഡാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. എങ്കിലും നോർമലായിട്ടുള്ള സാലഡ്സും അതുപോലെ തന്നെ ബ്രെഡ് ഐറ്റംസും വോഫിൾസും പാൻകേക്ക് ഇതെല്ലാം ഉണ്ട്. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും നല്ല ഹെൽത്തി ഫുഡ് ജപ്പാൻ്റെയാണെന്ന് നമുക്കെല്ലാം അറിയാം. സീവീഡ്സും ഫ്രഷ് വെജിറ്റബിൾസും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള അവരുടെ ഈ ഫുഡിൽ അപ്പോൾ അത് കഴിച്ചാൽ തന്നെ നമുക്ക് ഒരു ഹെവിനെസ്സും ഫീൽ ചെയ്യില്ല. എൻ്റെ കുട്ടികൾക്കാണെങ്കിൽ ചോപ്പ് സ്റ്റിക്സ് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയാം. അപ്പോൾ അവരൊക്കെ കഴിക്കുന്നത് കണ്ട് അതുപോലെ അവർക്ക് ജാപ്പനീസ് ഫുഡ് ഇഷ്ടമാണ്. അങ്ങനെ അവരൊക്കെ കഴിക്കുന്നത് ഞാൻ നോക്കി നിന്ന് എനിക്ക് ചോപ്പ് സ്റ്റിക്സ് യൂസ് ചെയ്യാൻ അത്രയ്ക്ക് അറിയില്ല. എങ്കിലും ഇവിടുത്തെ ട്രിപ്പ് തീരുന്നതിന് മുമ്പ് തന്നെ ചോപ്പ് സ്റ്റിക്സ് വെച്ചൊന്ന് കഴിക്കാൻ പഠിക്കണമെന്ന് ഞാനും ശരിക്കും ആഗ്രഹിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ട്രിപ്പ് ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ ഗൈഡ് ശരിക്കും വർഷങ്ങളായിട്ട് ജപ്പാനിൽ താമസമാക്കിയ ഒരു ഇന്ത്യക്കാരനാണ്. അതുപോലെ ഡ്രൈവർ ആണെങ്കിൽ ജപ്പാൻകാരനും. We go to Sensoji Temple, Asakusa. Okay. Then lunch. Team lab. Sky tree. Okay. And after that, Shibuya crossing. അപ്പോൾ അദ്ദേഹം നമ്മൾ ഇന്ന് പോകേണ്ട സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരികയാണ്. അങ്ങനെ മനോഹരമായ വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ യാത്ര തുടങ്ങി. ടോക്കിയോയിലെത്തി ഞങ്ങൾ ആദ്യം പോകുന്നത് ടോക്കിയോയിലെ ഏറ്റവും ഐക്കോണിക് ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള ഇംപീരിയൽ പാലസ് ഗാർഡനിലേക്കാണ്. കാറ് നിർത്തിയ സ്ഥലത്തു നിന്നും നമ്മൾ കുറച്ച് 10-15 മിനിറ്റ് നടക്കാനുണ്ട് ഈ ഇംപീരിയൽ പാലസ് ഗാർഡനിലേക്ക്. നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പാണ്. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഈ ഇംപീരിയൽ പാലസ് എന്ന് പറഞ്ഞാൽ ജപ്പാനിലെ ഇപ്പോഴത്തെ എംപറർ താമസിക്കുന്ന സ്ഥലം, അതായത് എംപററുടെ റെസിഡൻസ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ടോക്കിയോ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് 1.5 കിലോമീറ്റർ വിസ്തൃതമായ ഒരു ഏരിയയാണ്. അവരത് ഭയങ്കര ഭംഗിയിൽ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വലിയൊരു ഗാർഡൻ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഗാർഡൻ്റെ ഉള്ളിൽ ഈ രാജകൊട്ടാരം ഉണ്ട്, അതിനോടനുബന്ധിച്ചിട്ടുള്ള പല കെട്ടിടങ്ങളും ഉണ്ട്. പക്ഷേ അങ്ങോട്ടൊന്നും പബ്ലിക്കിന് എൻട്രി ഇല്ലെങ്കിലും ഈ ഗാർഡൻ്റെ ഒരു ഭാഗം, അതായത് ഈസ്റ്റ് ഗാർഡൻ എന്നും പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തേക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് ഒരു ഫീസോ അങ്ങനെയൊന്നുമില്ല. ആർക്കും പോയി അവിടെ യഥേഷ്ടം ഇരുന്ന് റിലാക്സ് ചെയ്യുകയൊക്കെ ചെയ്യാം. 16-ാം നൂറ്റാണ്ടിൽ ടോക്കിയോയുടെ പേര് എദോ എന്നായിരുന്നു. അപ്പോൾ അവിടെ ഭരിച്ചിരുന്നത് എദോ ഡൈനാസ്റ്റിയാണ്. ഏതോ ഡൈനാസ്റ്റി അല്ല, എദോ. അപ്പോൾ അന്ന് അവർ സ്ഥാപിച്ചിരുന്ന ആ എദോ കാസിൽ, അതുപോലെ തന്നെ അതിൻ്റെ വൻ കൽമതിലുകൾ, അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഇന്നും അവിടെ അവർ സംരക്ഷിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അന്നത്തെ ഏതോ കാസിലിൻ്റെ അതേ ഗ്രൗണ്ടിൽ തന്നെയാണ് ഇന്നത്തെ ഇംപീരിയൽ പാലസും പണി കഴിപ്പിച്ചിട്ടുള്ളത്. ചുറ്റുമുള്ള മരങ്ങളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇല പൊഴിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇലകളെല്ലാം നിറം മാറി മഞ്ഞ, ഓറഞ്ച്, ചുമപ്പ് നിറങ്ങളിലേക്കൊക്കെ വന്ന് പല മരങ്ങളും പല നിറത്തിലാണ് ഇപ്പോൾ കാണുന്നത്. ഈ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇലകളെല്ലാം പൊഴിയും. അതിനുശേഷം മഞ്ഞുകാലമാണ്. മഞ്ഞുകാലത്ത് മരങ്ങൾ മുഴുവൻ മഞ്ഞിൽ പൊതിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഇതിലും ഭംഗിയായിരിക്കും. ഏത് സീസണിലാണ് ജപ്പാൻ ഏറ്റവും മനോഹരമായിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ തന്നെ സാധിക്കത്തില്ല.
എത്ര നടന്നിട്ട് ഞങ്ങൾ ആരും മടുത്തില്ല. എവിടെ നോക്കിയാലും അതിമനോഹരമായ കാഴ്ചകൾ. കണ്ണും മനസ്സും ഒക്കെ നിറഞ്ഞു. എങ്കിലും അവിടുന്ന് സമയക്കുറവ് കാരണം കൂടുതൽ സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് യാത്രയാവേണ്ടതുണ്ട്. എങ്കിലും നിന്ന് പറ്റുന്ന രീതിയിൽ കുറേ നല്ല ഫോട്ടോസും കുറേ നല്ല ഓർമ്മകളും കളക്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പതുക്കെ യാത്രയായി. ജപ്പാൻ മനോഹരമാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇത്രയ്ക്കും മനോഹരമാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ സാധിച്ചത്. ഈ മഹാഭാഗ്യത്തിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗങ്ങളുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.